ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് മറ്റൊരു പ്രൊമോ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ വീക്കിലെ ക്യാപ്റ്റൻ ആരാകും എന്നതുമായി ബന്ധപ്പെട്ട പ്രൊമോയാണ്. ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുകയാണ്, ആരൊക്കെയാണ് ഇന്ന് ക്യാപ്റ്റൻസിയിലേക്ക് പോകുന്നത്, ആയാൽ എന്താണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി പറയുകയാണ് സില്ലി വഴക്കുകൾ തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ശേഷം ലാലേട്ടൻ ജിസേലിനോട് ചോദിക്കുന്നു. ജിസേൽ പറയുകയാണ് ഞാൻ ക്യാപ്റ്റനായ റൂൾസൊക്കെ ചേഞ്ച് ചെയ്യും. ശേഷം ലാലേട്ടൻ ആദിലയോട് ചോദിക്കുകയാണ്, അപ്പോൾ ആദില പറയുകയാണ് കോൺവെർസേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും സില്ലി വഴക്കുകൾ റിസോൾവ് ചെയ്യാനും ട്രൈ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടാസ്ക് ആരംഭിക്കുകയാണ്. അതായത് ടാസ്ക് എന്ന് പറയുന്നത് 3 പേരും നിൽക്കുന്നുണ്ട്. അതിനുശേഷം കയറോ റിബണോ എന്തോ ചുറ്റിയിട്ടുണ്ട്. 3 പേർക്കുമായിട്ട് ഓരോ റിബണുകൾ ചുറ്റിയിട്ടുണ്ട്. അത് റിവേഴ്സ് ഗിയറിൽ അഴിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം ആ ബൗളിനകത്ത് എന്തോ വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് അതായത് പേസ്റ്റ് ചെയ്യണം, ഇങ്ങനെ ഒട്ടിക്കണം. സോ ഈ വീക്ക് തീർച്ചയായും ഒന്നുകിൽ ലക്ഷ്മി അല്ലെങ്കിൽ ആദില, ഇവരിൽ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ക്യാപ്റ്റൻ. കാരണം ജിസേൽ ഓൾറെഡി ചില അൺഒഫീഷ്യൽ പോളുകളിലും സൈറ്റുകളിലൊക്കെ ജിസേൽ എവിക്റ്റായി എന്ന് പറയപ്പെടുന്നുണ്ട്. തീർച്ചയായും അതൊരു അൺഫെയർ എവിക്ഷൻ തന്നെയാണെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളൊക്കെ ലൈവ് കാണുന്ന വ്യക്തികളാണ്, വോട്ട് ചെയ്യുന്ന സാധാരണ പ്രേക്ഷകരാണ്. അതുകൊണ്ട് തന്നെ ജിസേൽ എന്നുള്ളൊരു കണ്ടസ്റ്റൻറ്റ് അവിടെയുള്ള മറ്റു ചില കണ്ടസ്റ്റൻസുകൾ അല്ലെങ്കിൽ മറ്റു ചില വാഴകളായി നിൽക്കുന്ന മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ജിസേൽ എന്തുകൊണ്ടും അവിടെ നിൽക്കാൻ യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ്. കാരണം അൺഒഫീഷ്യൽ സൈറ്റുകളിലും പോളുകളിലും യൂട്യൂബ് പോളുകളിലൊക്കെ ഏകദേശം 1, 2, 3 സ്ഥാനത്തൊക്കെ വന്നിട്ടുള്ളൊരു മത്സരാർത്ഥിയാണ് ജിസേൽ. പിന്നെ എന്താണ് ജിസേലിൻ്റെ എവിക്ഷനിൽ സംഭവിച്ചത് എന്നറിയില്ല. നമുക്കേതായാലും കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടിച്ചേരുന്നത്.